ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോർഷൻ്റെ കണ്ടിന്യൂഷനാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ ഫസ്റ്റ് സിറ്റുവേഷൻ പറഞ്ഞത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. ഫസ്റ്റ് സിറ്റുവേഷൻ പ്രകാരം നമുക്ക് ക്യാഷ് പ്രൈസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്രയാണോ എമൗണ്ട് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആവുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് ബാക്കി നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്താണ്, ഹയർ പർച്ചേസറെ സംബന്ധിച്ചിടത്തോളം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് പീരീഡ് വരുന്ന സമയത്തും എന്ത് ചെയ്യും, ഈ തന്നിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് എത്രയാണ് ഇൻട്രസ്റ്റ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായിരുന്നു ഫസ്റ്റ് സിറ്റുവേഷൻ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന സിറ്റുവേഷനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരില്ല, പകരം ക്യാഷ് പ്രൈസും തരും, എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും മെൻഷൻ ചെയ്യും. ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ മുകളിലും വരുന്ന ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ദ ക്യാഷ് പ്രൈസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ ബട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് ഗിവൺ. നിങ്ങൾക്ക് ക്യാഷ് പ്രൈസും തരും, എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സും ഇത്രയാണെന്ന് പറയും, പക്ഷേ എന്ത് തരില്ല, ഇത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാകുമ്പം നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടി നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണെന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കൊരു ക്വസ്റ്റ്യൻ നോക്കുക. ക്യാഷ് പ്രൈസ് ₹12,000, ഡൗൺ പേയ്മെൻറ്റ് ₹4,000 ആൻഡ് ദ ബാലൻസ് ഇൻ 3 annual installments of 3,200 each. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. നിങ്ങളോട് പറയുന്നത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ക്യാഷ് പ്രൈസ് 12,000 ആണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റത്തിന് 12,000 രൂപയാണ് വാല്യൂ. അതിൽ 4,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ സൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്, ഡൗൺ പേയ്മെൻറ്റ് 4,000 കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. എത്രയാണ്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 3,200 രൂപയാണ്. അപ്പോൾ നോക്കാം, അപ്പോൾ എത്രയായിരിക്കും, ക്യാഷ് പ്രൈസ് 12,000 ആണ്. അപ്പോൾ ഈ 3,200 എന്ന് പറയുന്നത് നമ്മളുടെ ക്യാഷ് പ്രൈസിലുള്ള ഒരു പോർഷനും കൂടെ ഇൻട്രസ്റ്റ് കൂടിയിട്ടുള്ള എമൗണ്ടാണ് 3,200 എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാ ഇപ്പോൾ 3 തവണകളായി നമ്മൾ 3,200 കൊടുക്കുമ്പോൾ ഈ 3 തവണകളിലും എന്തുണ്ട്, ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എത്രയാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എത്രയാണ് HP പ്രൈസ് നോക്കാം. ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാണാൻ പറ്റും. അതായത് HP പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ് മൈനസ് ക്യാഷ് പ്രൈസ്. ഈ HP പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ക്യാഷ് പ്രൈസ് കൂടിയതാണ് HP പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഹയർ പർച്ചേസ് പ്രൈസിൽ എന്തൊക്കെ വരുന്നു. ഫസ്റ്റ് നമ്മൾ എത്രയാണ് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്, 4,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി 3,200 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര, ഡൗൺ പേയ്മെൻറ്റ് 4,000 പ്ലസ് ഇൻസ്റ്റാൾമെൻറ്റ് 9,600, 9,600 ആണ് ടോട്ടൽ എത്ര വരുന്നത്, ഇൻസ്റ്റാൾമെൻ്റ് ആക്കി നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ മൊത്തം എത്ര രൂപ വരും, ഹയർ പർച്ചേസ് പ്രൈസ് 13,600 ആണ് ഇൻട്രസ്റ്റ് അടക്കമുള്ള പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് പ്രൈസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 12,000 ആണ് ക്യാഷ് പ്രൈസ്. ഇൻട്രസ്റ്റ് അടക്കം 13,600 കൊടുക്കണം. പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ പ്രൈസ് 12,000 ആണ്. ഹയർ പർച്ചേസ് ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് അടക്കം 13,600 കൊടുക്കണം. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ്, 1,600 രൂപ നമുക്ക് കൊടുക്കാനുള്ള ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തരാത്തത് കൊണ്ട് തന്നെ ഈ 1,600 രൂപ നമുക്ക് 3 പ്രാവശ്യമായിട്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത്. ഈ 3 തവണകളാക്കിയിട്ട് എത്രയാണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും കൂടെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. ടോട്ടൽ എത്രയാണ്, 1,600 ആണ്. ഓക്കെ, അപ്പോൾ താഴെ നോക്കുക, സൊല്യൂഷൻ പറയുന്നുണ്ട്, നോക്കാം. HP പ്രൈസ് നമ്മളിവിടെ കണ്ടു, 4,000 ഡൗൺ പേയ്മെൻ്റ് ആണ്,
3200 ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ, അങ്ങനെ 3 ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് പ്ലസ് ഡൗൺ പേയ്മെൻറ്റ്, അപ്പോൾ ടോട്ടൽ നമ്മുടെ HP പ്രൈസ് എത്രയായി? 13,600 രൂപ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ക്യാഷ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12,000 ആണ്. നമ്മൾ എന്തായാലും വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 12,000 രൂപയാണ്. ഇൻട്രസ്റ്റ് സഹിതം നമ്മൾ എത്ര അടയ്ക്കണം? 13,600. അതാണ് HP പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഹയർ പർച്ചേസ് പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടില്ലേ? 13,600 നിന്ന് 12,000 ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്താൽ നമ്മൾ ടോട്ടൽ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്? 1,600 രൂപയാണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം, നമ്മൾ ഓരോ വർഷവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വരുന്നത് നോക്കാം. എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫസ്റ്റ് ഇയർ. അപ്പം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന ആദ്യത്തെ വർഷത്തിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ആദ്യം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 13,600 ആണ്. അതിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് 4,000 കൊടുത്തു. ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 9,600. ഈ 9,600 ആണ് നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടത്. ഓക്കെ ആണോ? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ അടയ്ക്കേണ്ടത് മീൻസ് നമുക്ക് ഡ്യൂ ആയിട്ട് ബാക്കിയുള്ളത് 4,000 കൊടുത്തു. ഇനി നമ്മൾ 9,600 ആണ് അടയ്ക്കാനുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ഇയറിൽ നോക്കുക. എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് ഇയർ. അപ്പം 9,600 ആയിരുന്നു നമുക്ക് അടയ്ക്കാനുണ്ടായിരുന്നത്. അത് നമ്മൾ രണ്ടാമത്തെ വർഷമാവുന്ന സമയത്ത് ഫസ്റ്റിലുള്ള 3,200 നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് എത്രയാണ്? 6,400. നമ്മൾ 3,200 ആണ് ഓരോ ഇയറിലും ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക, എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ തേർഡ് ഇയർ. ദെൻ അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് നോക്കുക, അതായത് അവസാനം നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ എത്രയാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ട് നോക്കാം. നമുക്ക് 6,400 ആയിരുന്നു സെക്കൻഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും? 3,200 അടച്ചു കഴിഞ്ഞാൽ പിന്നെ 3,200 ആണ് ബാക്കി ബാലൻസ് ഉണ്ടാവുക. അപ്പം തേർഡ് ഇയറിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് അടയ്ക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള നമ്മളുടെ പർച്ചേസ് എമൗണ്ട് എത്രയാണ്? 3,200 ആണ് ഉണ്ടാവുക. അത് ആ വർഷം അങ്ങ് അടയ്ക്കും. അതോടുകൂടി എന്തായി? 3 ഇൻസ്റ്റാൾമെൻറ്റോട് കൂടി അതവിടെ കഴിയും. നോക്കണേ, തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് പെൻഡിങ് ആയിട്ട് അടയ്ക്കാനുള്ളതാണ് 3,200. അപ്പോൾ തേർഡ് ഇയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ 3,200 കൂടി ഹയർക്ക് എമൗണ്ട് കൊടുക്കും. അതായത് ഹയർ വെൻഡർക്ക് ഹയർ എന്ത് ചെയ്യും? എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹയർ പർച്ചേസ് ക്ലോസ് ആവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു പ്രൊപ്പോർഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? 1,600 ആണ് നമ്മളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. The total interest 1,600 should be divided in the ratio of. അപ്പോൾ ഇവിടെ നമുക്കൊരു റേഷ്യോ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആവുന്ന എമൗണ്ട് 9,600, 6,400, 3,200. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രൊപ്പോർഷനിലേക്ക് മാറ്റാം, ഒരു റേഷ്യോയിലേക്ക് മാറ്റാം. 9,600 ഈസ് ടു 6,400 ഈസ് ടു 3,200. ഇതിന് നമുക്ക് എങ്ങനെ മാറ്റാം? ഒന്നും കൂടി ഷോർട്ടാക്കാം. 3:2:1 എന്നുള്ള പ്രൊപ്പോർഷനിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ മീൻസ് 9,600 3ഉം 6,400 2ഉം 3,200 1ഉം ആണ് ഇൻട്രസ്റ്റിൻ്റെ പ്രൊപ്പോർഷന് നമുക്ക് കാണേണ്ടത്. അപ്പം നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,600 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ എത്ര കൊടുക്കണം? ഫസ്റ്റ് ഇയറിൻ്റെ പ്രൊപ്പോർഷൻ വരുന്നത് 3 ഔട്ട് ഓഫ് 6. 3 + 2 + 1 6. നമ്മൾ പ്രൊപ്പോർഷൻ കാണുക അങ്ങനെയല്ലേ? 1,600 × 3/6. ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 800 രൂപയാണ്. അതായത് 3,200-ലെ ഒരു പോർഷൻ എന്ന് പറയുന്നത് 800 രൂപ ഇൻട്രസ്റ്റ് ആണ്. ദെൻ സെക്കൻഡ് ഇയറിൽ നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്? നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് 1,600-ൽ 2/6 വരിക കേട്ടോ. 2/6, അതായത് 1,600 × 2/6 എത്രയാണ്? 533. ഓക്കെ, അപ്പോൾ നോക്കുക,
ഇവിടെ വന്നിട്ടുള്ള പ്രൊപ്പോർഷൻ നോക്കുക. സെക്കൻഡ് ഇയറിൽ 1600 ഇൻറ്റു 2/6, അതായത് 2/6. അതായത് മൊത്തം 6 പോർഷനിൽ 2 പോർഷൻ, അതായത് 1600, 1600-ൽ 6 പോർഷനിൽ 2 പോർഷനാണ് സെക്കൻഡ് ഇയറിൽ കൊടുക്കുന്നത്. എത്രയാണ്? 5533. ദെൻ തേർഡ് ഇയറിൽ നോക്കുക എത്രയാണ്? 1600-ൻ്റെ 1/6 പോർഷൻ എത്രയാണ്? 267 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഫസ്റ്റ് ഇയറിൽ 800 ഉണ്ടാവും, അതായത് 3200-ൽ 800 പോർഷൻ ഇൻട്രസ്റ്റ് ആണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 3000-ൽ 533 പോർഷൻ എന്താണ്? ഇൻട്രസ്റ്റ് പോർഷനാണ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ 3200-ൽ 267 ആണ് എന്ത്? ഇൻസ്റ്റാൾമെൻറ്റിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ സെക്കൻഡ് സിറ്റുവേഷനിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനും കൂടി മെൻഷൻ ചെയ്തത് നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കുക, നമ്മൾ HP പ്രൈസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം നമ്മളോട് എന്ത് തന്നിട്ടുണ്ട്? ഇൻസ്റ്റാൾമെൻറ്റ് തന്നിട്ടുണ്ട്, എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൗൺ പേയ്മെൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്യാഷ് പ്രൈസ് 12,000 ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. 12,000 ആണ് ക്യാഷ് പ്രൈസ്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി? നമുക്ക് HP പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് 1600 ആണ്. അപ്പോൾ ഈ 1600-ൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്രയാണെന്നും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്രയാണെന്നും തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര പോർഷനാണ് എന്നുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളിത് മൂന്നും കൂടി കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 1600. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും എത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്ന എമൗണ്ട് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനൊരു റേഷ്യോയിലേക്ക് മാറ്റിയതാണ്. 9600 ഈസ് ടു 6400 ഈസ് ടു 3200. അത് നമുക്ക് 96 ഈസ് ടു 64 ഈസ് ടു 32 എന്നാക്കാം. 32 1 പോർഷനാണ്, ഇതിൻ്റെ ഡബിളാണ് 64, ദെൻ ട്രിപ്പിൾ 96. 3:2:1 എന്നുള്ള പ്രൊപ്പോർഷനിലേക്ക് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 1600 എന്ന ഇൻട്രസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റിലുള്ള ഇൻസ്റ്റാൾമെൻറ്റിൽ 1600 ഇൻറ്റു 3 ടോട്ടൽ 6, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 2 ടോട്ടൽ 6, ദെൻ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ 1 ടോട്ടൽ 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 800, 533 and 267. ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.